ഇപ്പൊ സ്കൂളിൽ ബുള്ളി ചെയ്യപ്പെടുന്ന കുട്ടികള്, ബുള്ളി ആവുന്ന കുട്ടികളുണ്ട്, ബുള്ളി ചെയ്യപ്പെടുന്ന കുട്ടികളുണ്ട്. ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടി ഒരു ബുള്ളിയാണോ, ബുള്ളി മീൻസ് ബുള്ളി ചെയ്യപ്പെടുന്ന കുട്ടിയാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതെന്ന് ആ ഒരു ഡിസോർഡർ പരിപാടി എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് അവരെ കൊണ്ടുവരാൻ ബുള്ളി പറ്റും? ചെയ്യപ്പെടുന്നതിന് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ചതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ആം, നിനക്ക് ചേച്ചിയെ പോലെ ഡാൻസ് കളിക്കാൻ അറിയില്ല അല്ലേ, പാട്ട് പാടാൻ അറിയില്ല അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന കൊച്ചു ബുള്ളി ചെയ്യപ്പെട്ടിട്ടില്ല. ഉം. അതിന് എത്ര ബുള്ളി ചെയ്യാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. ആ ബുള്ളിക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ എന്നാണ് കുട്ടി വിചാരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ടായി കഴിയുമ്പോൾ കൊച്ചു വന്നിട്ട് നമ്മുടെ അടുത്ത് പറയണേ, എൻ്റെ ക്ലാസ്സിൽ ഒരു കൊച്ചുണ്ട്, എന്നെ എപ്പോൾ കാണുമ്പോൾ പറയും നീ കറുമ്പിയ എന്ന് പറഞ്ഞിട്ട്, അതെന്താ അമ്മ അങ്ങനെ? ആ കൊച്ചിന് എന്തോ കുഴപ്പമുള്ള പോലെ അവന്ന് പറയുക. കാരണം നമ്മുടെ കൊച്ചിന് കുഴപ്പമില്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉം. അപ്പം ആ വരുന്ന ഒരു അമ്പ ചെയ്യുന്ന പോലെയാണെങ്കിൽ ഇവിടെ എന്നെ കൊള്ളൂല. അത് കാരണം ആ പ്രൊട്ടക്റ്റീവ് ലെയർ ഞാൻ വീട്ടിൽ നിന്നേ കൊടുത്തുവിട്ട കൊച്ചാണ്. നോബഡി ക്യാൻ എവർ ബുള്ളി മൈ ചൈൽഡ് ബിക്കോസ് മൈ ചൈൽഡ് ഇസ് കോൺഫിഡൻറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റണം ആസ് എ പേരൻറ്റ്. അപ്പോൾ അവിടെ ബുള്ളി ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ബുള്ളീനെ നോട്ടിഫൈ ചെയ്യും, ഇത് ഇയാളിങ്ങനെ പെരുമാറുന്നുണ്ട് കേട്ടോ, സംതിങ് അൺയൂഷ്വൽ. നമ്മൾ അങ്ങനെ ആരും പറയില്ലല്ലേ, എന്താ അവരങ്ങനെ പറയുന്നത്? അപ്പോൾ അതൊരു ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണും ഏത് ആ കൊച്ചിൻ്റെ. എന്നിട്ട് നമുക്ക് പാരൻസ് ടീച്ചേഴ്സിനോട് കംപ്ലയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യാം, ഇങ്ങനൊരു കുട്ടിയുണ്ട്, അത് സ്ഥിരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ വീട്ടിൽ അങ്ങനെ കളിയാക്കി സംസാരിക്കുന്നുണ്ടോ ആൾക്കാരെ എന്നൊക്കെ നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കൂ എന്ന് പറയും. ആ രീതിയിൽ നമുക്കൊരു ബുള്ളീനെ കണ്ടുപിടിക്കാം. തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് അബൌട്ട് യു ട്രെയിനിങ് യുവർ ചൈൽഡ്. അത് എത്ര പറഞ്ഞാലും ആ ഒരു ട്രെയിനിങ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടണ അനുസരിച്ചിരിക്കും feel ഒക്കെ. യു നെവർ ഫീൽ ബുള്ളീഡ് അൺലെസ് യു ഹാവ് എൻ ഇൻസെക്യൂരിറ്റി. ഇൻസെക്യൂർ ആയിട്ട് റൈറ്റ്, ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ബുള്ളി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് വരുന്നത്. അതെ, അവർക്കും ചിലപ്പോൾ ഇൻസെക്യൂർ. അതാ ഞാൻ പറഞ്ഞത്, അവരുടെ വീട്ടിലെങ്ങനെ അത് സ്ട്രെയിറ്റ് അവരുടെ പേരൻസിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകുമ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് കൊടുക്കാൻ പറ്റണം. ഇത് കളിയാക്കിയിട്ടല്ലോ നമ്മൾ പറയുക. നമ്മൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഈ കുട്ടി നാളെ സൊസൈറ്റിയിലേക്ക് പോകാനുള്ള ഒരാളാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ശരിക്കും നല്ലൊരു സ്കൂളാണെങ്കിൽ ഇതാരാ കംപ്ലയിൻറ്റ് ചെയ്തതെന്നുള്ളത് അവരുടെ പേരൻസിനോട് പറയില്ല. ഇതിനൊരു കംപ്ലയിൻറ്റ് ഇങ്ങനെ ഒരു പാരൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള, അതായത് നമ്മൾ കളിയാക്കാൻ ഉദ്ദേശിച്ചല്ല ഈ കംപ്ലയിൻറ്റ് ചെയ്യണേ, ആ കുട്ടിയുടെ പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ കുട്ടീനെ ശരിയാക്കണം കേട്ടോ എന്നാണ് ഈ പറയണേ. എന്ന് പറഞ്ഞ പോലെ തിരിച്ചും നമുക്കൊരു കംപ്ലയിൻറ്റ് വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചു, ഇന്ന വാക്ക് ഉപയോഗിച്ചു എന്നിട്ട് എനിക്കൊരു മെയിൽ വരും, XYZ കുട്ടിയുടെ പാരൻ്റ് എന്നാ പറയുക. ദേ നെവർ മെൻഷൻ ഹൂ ഇസ് ഓൺ ദി അതർ സൈഡ്, ബിക്കോസ് അതല്ല പർപ്പസ്. അവിടെ ഒരു ഐഡൻറ്റിറ്റി പറയൽ പർപ്പസ്. ഞാൻ അയാളായിട്ടൊരു ഗ്രഡ്ജ് ഉണ്ടാക്കലല്ല അവിടുത്തെ പർപ്പസ്. അവിടുത്തെ മെയിൻ പർപ്പസ് എൻ്റെ കൊച്ചിൻ്റെ ബിഹേവിയറാണ്, അത് ശരിയാക്ക് എന്നാ അവർ പറയുക. അങ്ങനെ ആയിരിക്കണം അതിനെ ഡീൽ ചെയ്യേണ്ടത്, അല്ലാതെ പുറത്ത് വെച്ചിട്ട് കാണാം എന്നല്ല. ഇപ്പം നമ്മൾ കുട്ടികൾ തമ്മിലുള്ള ഈ ബുള്ളിങ് പരിപാടി പറയുന്ന പോലെ തന്നെയാണ് ഈ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും. ഇപ്പം നേരത്തെ ഈ മെയിൽ അയച്ചത് പറഞ്ഞത് അപ്പോഴാണ് കണക്ട് ചെയ്തത്. ഈ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും ഈ കുട്ടികളെ പല രീതിക്കും ബുള്ളി ചെയ്യുന്ന പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഒരു കുട്ടിയുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് അത്രയും ക്ലാസ്സിന്റെ മുന്നിൽ വെച്ച് ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ചിലപ്പോൾ ടീച്ചേഴ്സ് ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തന്നില്ല എങ്കിൽ അടിക്കുക, കുറേ പ്രശ്നങ്ങൾ വരിക, ഈ ചോക്കെടുത്ത് എറിയുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു പ്രാവശ്യം കുട്ടികളായ ചിലപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നിർത്തുണ്ടാവില്ല, രണ്ടാമത് മൂന്നാമത് പ്രാവശ്യം പറയേണ്ടി വരും. അങ്ങനത്തെ പേഷ്യൻസ് ഇല്ലാത്ത ടീച്ചേഴ്സ് കൂടുതൽ അവർ അഗ്രസീവ്നെസ് കാണിക്കുന്നതുമായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പം ഈ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ പ്രിക്കോഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കുട്ടികളെ നോക്കുമ്പം വേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അബ്യൂസറിനെ കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയണ്ട എന്ന് പറയുന്ന പോലത്തെ ഒരു കോണ്ടെക്സ്റ്റാണ് ഒരു പവർഫുൾ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അബ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയും നമ്മൾ ഈ പറഞ്ഞ ബിഹേവിയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പം കുട്ടി വീട്ടിൽ വന്നിട്ട് ടീച്ചേഴ്സിനെ കുറിച്ചും ക്ലാസ്സിൽ നടന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ആ ടീച്ചർ എന്താ അങ്ങനെ ബിഹേവ് ചെയ്ത്, അങ്ങനെ എന്തിനാ സംസാരിച്ചത്, എന്തിനാ നമ്മുടെ കുട്ടീനെ കുറിച്ച് തന്നെ വേണമെന്നില്ല. വേറൊരു കുട്ടീനെ ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തി ഇങ്ങനെ പറഞ്ഞമ്മേ എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ഈ ടീച്ചർ നാളെ ഇയാളെയും പറയാൻ ചാൻസ് ഉണ്ടല്ലോ, ആ കുട്ടീനെ പറഞ്ഞതും ശരിയായിട്ടില്ലല്ലോ, ആ കുട്ടി എന്തോരം ഷെയിമിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഈ ഷെയിം എവിടം വരെ എത്തിക്കുമെന്ന് അറിയോ? ഈ ടീച്ചർ ഇറങ്ങി പോകുമ്പോൾ ഈ കൊച്ചുങ്ങൾ പറയും ഇത് തന്നെ, ഒരു പേര് വീഴും ആ കുട്ടിക്ക്, മനസ്സിലായോ? പിന്നെ അത് ഉടനീളം സ്കൂളിൽ ആ പേര് വിളിക്കുക. അപ്പം അതിലാ നേരത്തെ പറഞ്ഞ പോലെ ആ കൊച്ചിനെ പവർഫുള്ളായിട്ട് വീട്ടിൽ നിന്ന് വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ പേര് അതിനെ വീഴില്ല, ആ കൊച്ചത് എടുക്കൂല. പക്ഷെ എങ്കിൽ പോലും മിക്കവാറും വീടുകളിൽ ഇത് ചിലപ്പോൾ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ ആ പേരൻറ്റ് ചിലപ്പോൾ പിന്നെ ഈ ബുള്ളീനെ ഐഡൻറ്റിഫൈ ചെയ്ത് വരൂല. അത് നീ എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കും ടീച്ചർ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ആ ബ്ലെയിം എടുത്തു, ആ അമ്പ് കൊച്ചിനിട്ട് കൊണ്ടു.
പിന്നെ ആ കുട്ടി ജീവിക്കണത് ആ ഷെയിമിലാണ്. കാരണം എൻ്റെ പേരൻസും ഇത് തന്നെയല്ലേ പറയണത്. അപ്പം ഞാൻ ചിലപ്പോൾ കഴിവില്ലാത്തവനായിരിക്കും, ടീച്ചർ പറഞ്ഞത് ശരിയായിരിക്കും, നാട്ടുകാർ മൊത്തം പറഞ്ഞത് ശരിയായിരിക്കും, ഞാൻ കഴിവിട്ടവനായിരിക്കും എന്ന് പറയുന്നത് പിന്നെ ദെൻ അബ്യൂസ് സ്റ്റാർട്ട്സ് ഗ്രോയിങ് ഇൻസൈഡ് ദ ചൈൽഡ്. ഇറ്റ് ബിക്കംസ് എ ട്രോമ. അപ്പോൾ ഈ ബുള്ളീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ബുള്ളി ചെറുതോ വലുതോ ഐഡൻറ്റിഫൈ ചെയ്യുക, കംപ്ലയിൻറ്റ് ചെയ്യുക അതോറിറ്റീനോട്. അപ്പം ടീച്ചറാണെങ്കിൽ സ്കൂളിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ പേരൻസിനെ അറിയിക്കാൻ ശ്രമിക്കുക. ഇത് തന്നെയുള്ളൂ. നമ്മുടെ കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക.